നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി ചർച്ചയിൽ വലഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ്. VS ജോയിയെ മത്സരിപ്പിക്കണമെന്ന ഉറച്ച നിലപാടിൽ തുടരുകയാണ് PV അൻവർ. അൻവറുമായി AP അനിൽകുമാർ അടക്കമുള്ള നേതാക്കൾ ചർച്ച നടത്തിയെങ്കിലും തന്റെ ആവശ്യത്തിൽ നിന്നും ഒരടി പിന്നോട്ട് പോകാൻ അൻവർ തയ്യാറായിട്ടില്ല. ഇതിനിടെ ആര്യടൻ ഷൗക്കത്തിനെ മത്സരിപ്പിക്കുവാൻ ലീഗ് MLA മാർ ചരട് വലിച്ചത് മുന്നണിയിൽ പൊട്ടിത്തെറിക്ക് കാരണമായിട്ടുമുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് നിലമ്പൂരിൽ അഭിമാന പോരാട്ടമാണ്. ആര്യടൻ ഷൗക്കത്തിനെ ഇറക്കി മണ്ഡലം പിടിക്കാനാണ് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ ആലോചന. എന്നാൽ ഷൗക്കത്ത് മത്സരിച്ചു കഴിഞ്ഞാൽ കനത്ത പരാജയം രുചിക്കേണ്ടി വരുമെന്നാണ് അൻവർ പറയുന്നത്. VS ജോയിയെ മത്സരിപ്പിക്കാതെ യാതൊരു ചർച്ചയ്ക്കുമില്ല എന്ന് ആവർത്തിക്കുകയാണ് അൻവർ. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ഷൗക്കത്ത് നേരിട്ട് അൻവറിനെ വസതിയിൽ സന്ദർശിച്ചിരുന്നു. ചർച്ചയിൽ അണുവിട അയയാൻ അൻവർ തയ്യാറായിട്ടില്ല. ഇതോടെയാണ് AP അനിൽകുമാറുമായി ചർച്ച നടത്തിയത്. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയും പരാജയപ്പെട്ടു. നിലമ്പൂരിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കുമെന്ന കോൺഗ്രസിന്റെ വാദമാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെല്ലാം തന്നെ വെളിപ്പെടുത്തുന്നത്. എന്നാൽ അതേസമയം തന്നെ രണ്ടും കൽപ്പിച്ച് ഷൗക്കത്തിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാൽ തോൽപ്പിക്കുമെന്ന മുന്നറിയിപ്പും അൻവർ നൽകുന്നുണ്ട്. തുടക്കം മുതൽ തന്നെ ജോയ് മത്സരിക്കണമെന്ന ആവശ്യം അൻവർ മുന്നോട്ട് വെച്ചിരുന്നു. പാർട്ടിയിലും ജോയ്ക്ക് തന്നെയാണ് കൂടുതൽ പിന്തുണയുള്ളത്. മണ്ഡലത്തിന്റെ പൾസ് അറിയുന്ന നേതാവ് കൂടിയാണ് ജോയ് എന്നത് അദ്ദേഹത്തിന്റെ സ്വീകാര്യത ഉയർത്തുന്നുമുണ്ട്. മാത്രമല്ല AP വിഭാഗത്തിലെ ചില നേതാക്കളുമായി ജോയ്ക്ക് അടുപ്പമുണ്ട്. ഇതും തെരഞ്ഞെടുപ്പിൽ അനുകൂലമാകുമെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. ലീഗ് നേതൃത്വത്തിനും ജോയിയോടാണ് താല്പര്യമെന്നാണ് നിലവിലെ സൂചന. മണ്ഡലത്തിൽ കുടുംബാധിപത്യം വേണ്ട എന്നാണ് നേതൃത്വത്തിന്റെ നിലപാട്. അതേസമയം തന്നെ അൻവറിന്റെ ആവശ്യം അംഗീകരിച്ചു കഴിഞ്ഞാൽ ഷൗക്കത്ത് ഇടയുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല. ഈ സാഹചര്യത്തിൽ ഷൗക്കത്തിനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് തകൃതിയായി നടക്കുന്നുമുണ്ട്. അതിനിടെയാണ് നിലമ്പൂരിലെ കാര്യത്തിൽ UDFും തനിക്കും യാതൊരു ആശങ്കയില്ല എന്ന് PV അൻവർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ആശങ്കയ്ക്ക് എന്ത് വകയാണ്? CPMനാണ് ആശങ്ക. ഈ തെരഞ്ഞെടുപ്പിൽ സർക്കാരിന്റെ വിലയിരുത്തലാകില്ല എന്നാണ് TP രാമകൃഷ്ണൻ പറഞ്ഞത്. അതെന്താണ് വിലയിരുത്തൽ അല്ലാത്തത്? അതിന്റെ ലോജിക്ക് എന്താണ്? 9 വർഷം ഭരിച്ച സർക്കാരിൽ നിന്ന് ഒരു MLA രാജിവെച്ചു. ആ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായും അത് സർക്കാരിനെ വിലയിരുത്തുന്നതാകും. എന്നിട്ടും എന്താണ് സർക്കാരിന് ഇക്കാര്യത്തിൽ തുറന്നു പറയാൻ ധൈര്യം ഇല്ലാത്തത് എന്നും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ഒരു വശത്ത് പറയുന്നെന്നും മറുവശത്ത് സർക്കാരിന്റെ വിലയിരുത്തലാകില്ല ഫലമെന്നും അൻവർ കൂട്ടിച്ചേർത്തിരുന്നു. ഇതൊക്കെ കേരളത്തിലെയും നിലമ്പൂരിലെയും ജനങ്ങൾ കാണുന്നുണ്ട് എന്നും അവർ ചോറ് കഴിക്കുന്നവരാണെന്നും അൻവർ പറയുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ നിലമ്പൂരിൽ പിണറായി വിജയനും ജനങ്ങളും തമ്മിലുള്ള മത്സരമാണ് എന്നത് PV അൻവറിന്റെ സ്വപ്നം മാത്രമാണ് എന്ന് CPMന്റെ ജില്ലാ സെക്രട്ടറിയായ VP അനിൽ പ്രതികരിച്ചിരുന്നു. കേരളത്തിലെ ജനങ്ങൾ ആർക്കൊപ്പമാണ് എന്നത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടതാണെന്നും സംസ്ഥാനത്തെ സർക്കാരിന്റെ വികസനം എന്താണെന്ന് ജനം അറിഞ്ഞതാണെന്നും പ്രത്യേകിച്ച് നിലമ്പൂരിൽ അക്കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു. മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച വികസനമാണ് കഴിഞ്ഞ 8 വർഷത്തിനിടെ നടന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചതുകൊണ്ടാണ് ഇത് സാധ്യമായതെന്നും നിലമ്പൂർ ബൈപ്പാസിന് 272 കോടിയാണ് കഴിഞ്ഞ ദിവസം സർക്കാർ പ്രഖ്യാപിച്ചതെന്നും പ്രളയം കാരണം തകരാറിലായ റോഡുകളും പാലങ്ങളും കെട്ടി ആളുകളുടെ പുനരധിവാസം സാധ്യമാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിന്റെ എല്ലാം തന്നെ തുടർച്ചയ്ക്ക് വേണ്ടിയായിരിക്കും ജനങ്ങൾ ആഗ്രഹിക്കുകയെന്നും ഭരണ നേട്ടങ്ങളുടെയും ഇടതു സർക്കാരിന്റെ രാഷ്ട്രീയ നിലപാടുകളുടെയും പ്രതിഫലനമായിരിക്കും തെരഞ്ഞെടുപ്പെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ ജനങ്ങൾ LDFനൊപ്പം ചേർന്ന് നിൽക്കും എന്നും അനിൽകുമാർ വ്യക്തമാക്കിയിരുന്നു.